ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആയിട്ടാണ്. അപ്പോൾ കാരമൽ റവ കസ്റ്റർഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഞങ്ങളുടേതായ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ളൊരു കാരമൽ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കാരമലൈസ്ഡ് ആവുന്ന വരെയും കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് ഹീറ്റ് തട്ടുമ്പോൾ നന്നായി മെൽറ്റായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിലുള്ളൊരു കാരമലായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഇതിന് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇതിന് നമുക്കൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ പുഡിങ് തയ്യാറാക്കുമ്പോൾ ആദ്യത്തെ ഒരു ലെയറിൽ നമുക്ക് കാരമൽ തന്നെയാണ് കാണാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാരമലിന് ഞാൻ ഇതേപോലെ ഒരു ഷേപ്പുള്ള പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഞാൻ റൗണ്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലത്തെ മോൾഡ് എടുക്കുക കേട്ടോ. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സാണ്. അപ്പോൾ ഞാനൊരു 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരു സ്പൂണ് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സാക്കി നമുക്ക് കസ്റ്റാർഡ് പൗഡർ തയ്യാറാക്കി വയ്ക്കാം. ഇനി ഒരു 2 കപ്പ് പാല് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാല് തിളപ്പിക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നന്നായിട്ട് വെന്ത് കിട്ടണം. നന്നായി കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇളക്കി തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റവ നന്നായിട്ട് വീണ്ടും ഇളക്കി മിക്സാക്കി നമുക്ക് എടുക്കണം. അപ്പോൾ റവ കൂടെ ഒന്ന് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പാലും റവയും കൂടിയിട്ടുള്ള മിക്സ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ഒന്ന് മിക്സാക്കി ഇളക്കി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങിന് വേണ്ട 2ാമത്തെ കൂട്ടും കൂടെ തയ്യാറായി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് ഞാനിതിൽ പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടോ, ഞാനിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു തിക്നെസ്സിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മോൾഡില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ റൗണ്ട് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് കവർ ചെയ്ത് നമുക്ക് എടുക്കാം. ഇനി നമുക്കിതൊന്നുകൂടി ഒന്ന് ഹീറ്റ് കൊടുത്തുകൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനൊരു പാനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. കാരണം സ്റ്റാൻഡ് വെച്ചിട്ട് അതിന് മുകളിലാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. ഡയറക്റ്റായിട്ട് ഹീറ്റ് തട്ടി കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നമുക്കൊരു 30 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു ആവിയൊക്കെ വന്ന് തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടോളൂ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. നമുക്കിതൊരു 4 മണിക്കൂർ ഇനി ഫ്രിഡ്ജിൽ വെക്കേണ്ടതും കൂടി ഉണ്ട്. ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്തോളൂ. അപ്പോൾ 4 മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ലതായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കിത് അറിയാൻ പറ്റും. ജസ്റ്റ് ഒരു നൈഫ് വെച്ചിട്ട് ഒന്ന് സൈഡൊന്ന് വിടിയിച്ചെടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കാം. ഇപ്പോൾ എല്ലാവരും നോക്കിയേ,
എത്ര നന്നായിട്ട് ആ പുഡിങ് വന്നേക്കുന്നത്. മുകളിൽ കാരമൽ, താഴെ നമ്മുടെ മിൽക്കും റവയും കസ്റ്റാർഡും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ലെയർ. ഇതൊന്ന് നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ പുഡിങ്ങും കട്ട് ചെയ്ത് കഴിക്കാം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. ഭയങ്കര ടേസ്റ്റാണ്, യമ്മിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടേക്ക് കെയർ.